ദി ഗോഡ്സ് ആൻഡ് ഏഞ്ചൽസ് ഓഫ് ദി എർത്ത്, ഭൂമിയിലെ ദൈവങ്ങളും മാലാഖമാരും. പൊതുവെ അങ്ങനെയാണ് നമ്മൾ ഡോക്ടേഴ്സിനെ നേഴ്സുമാരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറല്ലേ. എന്നാൽ എന്തെങ്കിലും ഈ ഡോക്ടേഴ്സിൻ്റെയോ നേഴ്സിൻ്റെയോ പ്രശ്നങ്ങളെ നമ്മൾ നോക്കിക്കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇവരെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇവർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മൾ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? എങ്ങനെ തയ്യാറാകാനാണല്ലേ? ദിവസേന മാറി മാറി വരുന്ന പ്രശ്നങ്ങളിൽ നമ്മളും ഒരു സർക്കിൾ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നമുണ്ടാകുന്നു, ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുന്നു, അതിലേക്ക് ആവശ്യക്കാർ ജസ്റ്റിസിന് വേണ്ടി ഇറങ്ങുന്നു. അവർക്ക് വിശ്വാസം കൊടുത്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ചധികം ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുതിയൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നു. എല്ലാവരും പഴയ ഇൻസിഡൻറ്റ് മറന്നുകൊണ്ട് പുതിയ ഇൻസിഡൻറ്റിൻ്റെ പിറകെ പോകുന്നു. പഴയ അതേ ആവശ്യക്കാരനായ നീതിക്ക് വേണ്ടി പൊരുതാൻ ഇറങ്ങിയവർ ഒറ്റയ്ക്കായി പോകുന്നു. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇത് ശരിയാണോ? ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 9 കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിലെ സെക്കൻഡ് ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനി ഡോക്ടറായ ഡോക്ടർ മൗമിത ഡബ്നാദിനെ കോളേജ് ക്യാമ്പസിലെ സെമിനാർ ഹാളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ശരീരമാകെ മുറിവുകളോടെയും വിവസ്ത്രയുമായിരുന്നു ഡോക്ടർ മൗമിതയുടെ ശരീരം കിടന്നിരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബ്രൂട്ടലി റേപ്പ് ചെയ്തതിന് ശേഷം കൊലപ്പെടുത്തിയതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 36 മണിക്കൂറോളം ഡ്യൂട്ടിയിൽ മുഴുകിയിരുന്ന ഒരു ഡോക്ടർ തൻ്റെ സുഹൃത്തുക്കളോടെ ആഹാരം കഴിച്ചതിന് ശേഷം ഒന്ന് ഉറങ്ങാനായിട്ട്, ഒന്ന് വിശ്രമിക്കാനായിട്ട് സെമിനാർ ഹാളിലേക്ക് പോയതായിരുന്നു. ഈ കുറ്റകൃത്യം ചെയ്തത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇതേ ഹോസ്പിറ്റലിൽ സിവിക് വോളണ്ടിയറായി വർക്ക് ചെയ്തു വന്നിരുന്ന ഒരു വ്യക്തിയാണ്. സഞ്ജയ് റോയ് ആൻഡ് ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്നാണ് ഈ 31 വയസ്സുകാരിയായ ഡോക്ടർ മൗമിതയെ കൊലപ്പെടുത്തിയത്. ഈ സഞ്ജയ് റോയ് ഒരു സൈക്കോപാത്താണെന്ന് പറയുന്നുണ്ട്. 3-4 ഭാര്യമാരുള്ളതായും പറയുന്നുണ്ട്. നിലവിലെ പോലീസുകാർ പറയുന്ന കാര്യമെന്നാൽ ഈ സഞ്ജയ് റോയ് ഒരു പോണോഗ്രാഫി അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്നാണ്. മുൻപും ഇതുപോലുള്ള പ്രവർത്തികൾ സഞ്ജയ് റോയിയുടെ ഭാര്യമാരോട് കാണിച്ചതിൻ്റെ പേരിലാണ് മുൻ ഭാര്യമാർ ഇയാളെ ഉപേക്ഷിച്ചിട്ട് പോയതെന്നും പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാകാത്ത കാര്യം അതല്ല, ഇത്രയും ക്രിമിനലായ ഒരു വ്യക്തിയെ എങ്ങനെയാണ് സിവിക് വോളണ്ടിയറായി തിരഞ്ഞെടുക്കുന്നത്? ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനും ചികിത്സയ്ക്കായിട്ട് വരുന്ന പേഷ്യൻസിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളെ നിയമിച്ചിരിക്കുന്നത്. എന്നാൽ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിൻ്റെ കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഇതുപോലെ കഴിഞ്ഞ ഓഗസ്റ്റ് 8 വ്യാഴാഴ്ച ഇയാൾക്ക് കിട്ടിയ കൈക്കൂലിയാണ് പണവും കൂടാതെ മദ്യക്കുപ്പിയും. ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിൽ പോയി ഇവർ നല്ല രീതിയിൽ മദ്യപിച്ചതിന് ശേഷമാണ് 31 വയസ്സുകാരിയായ ഡോക്ടർ മൗമിതയെ ഇവർ കൊലപ്പെടുത്തുന്നത്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15 നമ്മളെല്ലാവരും ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചു അല്ലേ? ശരിക്കും ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയ വഴി രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി. ഈ ഒരു സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെടുന്നു. അതേസമയം ഇന്ത്യൻ ഡോക്ടേഴ്സിൻ്റെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 13 ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻസിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് കേസ് CBIക്ക് വിട്ടുകൊടുക്കണമെന്നുള്ള ആവശ്യത്തിൽ കൊൽക്കത്ത ഹൈക്കോടതി സംസ്ഥാന പോലീസ് മേധാവികളോട് ആവശ്യപ്പെട്ടതായി പറയുന്നു. ഈ ഒരു സംഭവത്തെ തുടർന്ന് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ ഫായ ഡിസൂസ എന്ന ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ തൻ്റെ അക്കൗണ്ടിലായിട്ട് ഷെയർ ചെയ്ത പോസ്റ്റിന് താഴെ വന്ന കുറേ കമൻസുകളാണ് എന്നെ ഏറെ വിഷമിപ്പിച്ചത്. അതിലൊരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു: ഐ എം എ ഡെർമറ്റോളജി റെസിഡൻറ്റ്. വി ആൾസോ ഡീൽ വിത്ത് STDs. ആസ് ഡോക്ടേഴ്സ് വി ആർ വെരി ന്യൂട്രൽ ഇൻ എക്സാമിനിങ് ദി പേഷ്യൻറ്റ്സ് ഇനിഷ്യൽസ്. But there was this one patient who had a genital disease. We examined and treated him. But after that, he went come to our OPDs a number of times just to expose his genitals in the name of veggie symptoms that are not even present. And whenever we go to examine, he always has an erection. Being a doctor, we can't deny the examination. But his has gone beyond par. ഇതുപോലെയുള്ള ഒരു കമൻ്റല്ല, ആയിരക്കണക്കിന് ഇന്ത്യൻ ഡോക്ടേഴ്സിൻ്റെ വാക്കുകളാണ് ആ ഒരു ജേർണലിസ്റ്റിൻ്റെ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്നത്. ജൂലൈ 30 ഉത്തരാഖണ്ഡിൽ
സമാനമായിട്ടുള്ളൊരു സംഭവം നടന്നിരുന്നു. ജോലി കഴിഞ്ഞ് തിരികെ പോയ നേഴ്സിനെ കാണാതായി. ശേഷം ജീവനറ്റ ശരീരമാണ് കിട്ടുന്നത്. റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയതാണ്. 2 വർഷം മുമ്പ്, അതായത് 2023 മെയ് 10 കൊട്ടാരക്കരയിലെ ഒരു ഹോസ്പിറ്റലിൽ സന്ദീപ് എന്ന 42 വയസ്സുകാരനായ സ്കൂൾ അധ്യാപകൻ 23 വയസ്സ് മാത്രം പ്രായമുള്ളൊരു ലേഡി ഡോക്ടറെ, അതായത് വന്ദനാദാസ് എന്ന ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യയിലെ 80% ഡോക്ടേഴ്സും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നേരിട്ടിട്ടുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ. അതിൽ 25% ഡോക്ടേഴ്സിനും ശാരീരികമായിട്ടുള്ള അക്രമങ്ങളാണ് നേരിട്ടിട്ടുള്ളത്. ഹോസ്പിറ്റൽസും മറ്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും, പേഷ്യൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള അക്രമങ്ങളിൽ നിന്നും ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കുന്നതിനായി നിലവിലെ രാജ്യത്തെ ഹോസ്പിറ്റൽ കൺസർവേഷൻ ആക്ട് ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് ഒരു ഓർഡിനൻസ് കൊണ്ടുവരണം. ഇന്ത്യൻ ഹെൽത്ത് സർവീസ് സെക്ടറുകളിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ ഗുരുതരമായ ദേഹോപദ്രവം ചെയ്യുന്നവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷയും ഫൈനും കൊടുക്കാൻ കഴിയണം. ഭൂമിയിലെ ദൈവങ്ങളെയും മാലാഖമാരെയും സംരക്ഷിക്കാൻ ഗവൺമെൻറ്റിന് കഴിയണം. മരണപ്പെട്ട ഡോക്ടർ മൗമിത ദത്തന് നീതി ലഭിക്കണം. ദ ഗവൺമെൻറ് ഷുഡ് സേഫ് ഗാർഡ് ദ ഗാർഡിയൻസ് ഓഫ് ദി എർത്ത്. നീതിക്കെതിരെയാണ് നിയമമെങ്കിൽ ആ നിയമം പൊളിച്ചെഴുതണമെന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നീതിയാണ് നടപ്പാക്കേണ്ടത്, നിയമമല്ല. They must get the justice they deserve. Save doctors' life.